അളിയാ 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 അളിയൻ ഏത് വഴിക്കാണോ ഞാൻ നിന്റെ അളിയനായത്? അളിയാ എന്റെ ഈ രൂപം മാറ്റി മനുഷ്യരൂപമാക്കി തരുമോ? എടാ കഴുതേ, നിന്റെ ഈ രൂപം മാറ്റി മനുഷ്യരൂപമാക്കിയാലേ ഞങ്ങൾ കഴുതൊക്കെ എന്ത് ചെയ്യും? അത് തന്നെയല്ല, ഇപ്പോഴത്തെ കാലത്ത് മനുഷ്യന്റെ രൂപത്തെക്കാൾ നല്ലത് നിന്റെ കഴുതയുടെ രൂപം തന്നെയാണ്. എന്നാലും അളിയാ, ഞാൻ നിന്റെ സഹോദരിയെ സ്നേഹിക്കുന്നില്ലയോ? എങ്ങനെ എങ്ങനെ എങ്ങനെ? നിന്റെ സഹോദരിയെ ഞാൻ സ്നേഹിക്കുന്ന അളിയാ. എന്റെ സഹോദരി അല്ലേ? സത്യം പറയണം, നീ ഇവരുമായിട്ടുള്ള ബന്ധക്കാരി ഒന്നുമില്ല. എന്നാലും മൃഗമല്ലേ? ആ മൃഗമല്ലേ? ഇന്ന് അവൻ കയറി എന്നെ അളിയാന്ന് വിളിച്ചു. ഞാൻ സഹിച്ചു, ക്ഷമിച്ചു, പോട്ടെ. നാളെ ഒരു പക്ഷേ ഒരു പോത്തോ ഒരു ആനയോ കയറി എന്നെ അളിയാന്ന് വിളിച്ചാൽ ഈ നാട്ടുകാരെന്ത് വിചാരിക്കും? അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം. എന്റെ അച്ഛനും നിനക്കും എനിക്കും ഒരു അന്തസ്സുണ്ട്. ആ അന്തസ്സിന് പറ്റാത്ത ഒരൊറ്റ ബന്ധവും ഞാൻ സമ്മതിക്കില്ല. എന്ത് തന്നെ കരയുന്നേ? എന്റെ ചേട്ടൻ ഒരുപാട് തല്ലിയോ? നിന്റെ ചേട്ടൻ എന്നെ ഒരുപാട് തല്ലി. കൊട്ടാരൻ കുതിരവൈദ്യന്റെ വീട് കാണും. അതെ, എന്തിനാ? അദ്ദേഹത്തിന്റെ മകൾ മാളുവിനെ ഒന്ന് കാണണം. എന്താ ആവശ്യം? അത് അവരോടെ പറയാൻ പറ്റൂ. ഞാനാണ് മാളു. എന്താ വേണ്ടത്? എന്റെ ചങ്ങാതി കറുപ്പൻ ഇങ്ങോട്ട് വന്നു. അമ്പാടി അമ്പാടി. കറുപ്പന്റെ ശബ്ദമല്ലേ കേൾക്കുന്നത്? കറുപ്പൻ എവിടെ? കറുപ്പനായി നിൽക്കുന്നേ. എന്താ കറുപ്പൻ കഴുതയായോ? അമ്പാടി, എനിക്കൊരു അബദ്ധം പറ്റി. കാവൽക്കാരനെ വിരട്ടി ഓട്ടിച്ചു. അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ നീറ്റുവസ്തു എടുത്ത് തിന്നു. ഞാൻ കഴുതയായിപ്പോയി. ഇനി മറമരുന്ന് കഴിച്ചാലേ എനിക്ക് മനുഷ്യരൂപം കിട്ടും. എന്ത് മണ്ടത്തരമാ കറുപ്പ നീ കാണിച്ചത്? ഇനിയിപ്പോ എന്താ ചെയ്യുക? അച്ഛൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നീറ്റുഭസ്മം അച്ഛൻ അറിയാതെ എങ്ങനെങ്കിലും കൈക്കലാക്കണം. അച്ഛനത് എവിടെയാ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? അച്ഛന്റെ കയ്യിലൊരു പെട്ടിയുണ്ട്, അതിനകത്താ. അച്ഛൻ എപ്പോഴും അത് കൂടെ കൊണ്ടു നടക്കും. ഓഹോ, ഒരു വഴിയുണ്ട്. ശരി. എടാ കിളവാ, എടാ വൈദ്യ, നീ വലിയ കൊട്ടാരം വൈദ്യരാണെന്ന് പറഞ്ഞടാ ആളുകളെ പറ്റിക്കാനില്ലേടാ. ഞാൻ നിന്നെ ക്ഷേരിപ്പെടുത്തുന്നുണ്ടോ? നോക്കിക്കോ. നീ എന്നെ ചീത്ത വിളിക്കാറായോടാ? ഞാൻ നല്ല കൊട്ടാരം നിന്റെ തനിനിറ ഞാനൊന്ന് കാണിച്ചു. മോള് ഇവരൊന്ന് പിടിച്ചേ, ഞാൻ കൈയെടുത്തോണ്ട് വരട്ടെ. എടാ മോനെ ചന്തുള്ളി, എടുത്തോടാ കയറ്. അതിലുണ്ട് നീറ്റുഭസ്മം, എടുത്തു. അമ്പാടി ഒന്ന് വേഗം കൊണ്ടുവരും അമ്പാടി. ആ കേട്ട് വയത്തിന് ഇപ്പൊ കയറുമായിട്ട് വരും. അയാൾ മാത്രമല്ല, എന്റെ അളിയനും വരും. ആ ഇനി മാളുവിനെ ഈ കറുപ്പന് കെട്ടിക്കൊടുത്തേച്ചാ മതി. അളിയ, ഇനി പോത്തിനെ ആനെ ഒന്ന് അളിയാന്ന് വിളിക്കണ്ട, എന്നെ അങ്ങ് വിളിച്ചോണ്ടാ മതി. അമ്മാവ ക്ഷമിക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണം കേട്ടോ. എന്റെ പൊന്നച്ഛ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ വീട്ടിൽ ഉണ്ടാക്കല്ലേ. അളിയൻ കഴുതിയായി, കഴുത അളിയനായി, എന്റെ പെങ്ങള് കഴുതിയായി, ഞാൻ കഴുതയുടെ അളിയനായി, അച്ഛൻ ഇതെല്ലാമായി. ഇപ്പോഴെങ്കിലും പഠിച്ചു. എന്നാലും മംഗളമായിട്ടെല്ലാം കലാശം. ലക്ഷ്മി മന്ത്രവും തന്ത്രവും പഠിച്ചോളാണ്, സംശയമേ വേണ്ട. എനിക്കിപ്പോ കല്യാണമേ വേണ്ട. നാം നിശ്ചയിച്ചു കഴിഞ്ഞു. ഇത് അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഈ കോട്ടയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. വിട്ടിയാണേലും നാടുവാഴിയാണേലും നാം ഒരച്ഛനായിപ്പോയില്ലേ. പ്രായം ചെന്ന ഒരു പെണ്ണിന്റെ അച്ഛൻ. അച്ഛാ, അമ്മയില്ലാത്ത എനിക്ക്, അല്ലല്ല നിനക്ക് ഇനി നാം മാത്രമേ. അതുകൊണ്ട് നാം നിനക്കായി ഒരു വിട്ടുവീഴ്ച ചെയ്യണം. നിന്റെ വിവാഹ വാർത്ത നാടായ നാട്ടിലെല്ലാം നാം വിളംബരം ചെയ്യും.
ഇവിടെ നിന്ന് പെണ്ണെടുക്കാൻ കൊതിക്കുന്നവർ വരട്ടെ. നാം മത്സരങ്ങൾ ഏർപ്പെടുത്തും. ആ മത്സരങ്ങളിൽ ജയിക്കുന്നവന്റെ അലയല്ല കഴുത്തിൽ നീ മാലയിടും. സ്വയംവരമെന്ന് പറഞ്ഞാ തീർന്നു. അങ്ങനെ നമ്മുടെ മകൾ ആർച്ചയുടെ സ്വയംവരത്തിനായി നടത്തുന്ന ഈ മത്സരങ്ങളിൽ പങ്കെടുക്കാവുന്നതാണ്. ഞാൻ എത്ര നേരെ കാത്തിരിക്കുന്നു. ഞാൻ അന്തി കിടക്കാൻ കാത്തിരുന്നു, അതുകൊണ്ടാ താമസിച്ചു പോയത്. ഓ, ഞാൻ നേരത്തെ പോകുന്നു. എനിക്കിപ്പോ എല്ലായിടവും കറുപ്പാണ്. എന്താ നോക്കി, ആർച്ചത്തമ്പുരാട്ടിയുടെ കല്യാണം നടക്കാൻ പോകുകയാണ്. സ്വയംവര രീതിയിൽ വിളംബരം ചെയ്തിട്ടുണ്ട്. നാടായ നാട്ടിൽ നിന്നൊക്കെ വീരന്മാരെത്തും. മത്സരത്തിൽ ജയിക്കുന്നവർ മാലയിടും. അതിന് എന്റെ തമ്പുരാൻ വരണം. ഞാൻ എന്തിന്? അഭ്യാസങ്ങളിൽ ജയിക്കാൻ. ജയിച്ചാൽ ഞാൻ തമ്പുരാട്ടിയുടെ കഴുത്തിൽ മാലയിടണ്ടേ? ഇടണം. അപ്പോ ഞാൻ ആ പെണ്ണിന്റെ പുരുഷനാവില്ലേ? ആകണം. ഞാൻ മാലയിടേണ്ടത് അമ്മുവിന്റെ കഴുത്തിലല്ലേ? ഇല്ലപ്പേ, ഞാൻ പറയാം. കടത്തനാട്ടെ കൊച്ചുകുറുപ്പിന്റെ മോൻ അമ്പുവായിരിക്കും എല്ലാ മത്സരത്തിലും ജയിക്കുന്നതെന്ന് എല്ലാരും പറയുന്നുണ്ട്. തമ്പുരാട്ടിക്ക് ആ മനുഷ്യനെ ഇഷ്ടമില്ല. അയാൾ മാലയിടുന്നതിനേക്കാൾ മരിക്കുന്നതാണ് ഭേദമെന്ന് തമ്പുരാട്ടി പറയുന്നു. എന്റെ അപ്പ വരണം, ജയിക്കണം, മാലയിടണം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പെണ്ണെ. ഞാനും തമ്പുരാട്ടിയും ഒരു ഉടമ്പടിയിൽ എത്തിയിട്ടുണ്ട്. അമ്പുവിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. പേരിന് വേണ്ടി മാത്രമായിരിക്കും എന്റെ അപ്പ തമ്പുരാട്ടിക്ക് മാലയിടുന്നത്. കിടക്കരയിൽ കഴിയുന്നത് നമ്മളായിരിക്കും. അമ്മു, എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഇനി ഒന്നും പറയരുത്. ആരെന്നും എവിടെ നിന്നും അറിയാതെ എല്ലാം അവിടത്തേക്ക് അർപ്പിച്ചവളാണ് ഞാൻ. കേട്ടോ പെണ്ണേ, നാളെ രാത്രി ഈ മടിയിലിരിക്കുന്നത് ആർച്ചയായിരിക്കും. ഇന്നു തൊട്ട് ഇവിടെ നടക്കാൻ പോകുന്ന മത്സരങ്ങൾ എന്തിനു വേണ്ടിയാണെന്നുള്ളതിനെപ്പറ്റി നാം പ്രത്യേകിച്ച് പ്രഖ്യാപിക്കേണ്ടതായിട്ടില്ല. മത്സര ചട്ടങ്ങളും നാം വിളംബരം ചെയ്തു കഴിഞ്ഞു. എങ്കിലും അന്തി കറുത്താലും അംഗം അവസാനിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കൽപ്പന കണക്കിലെടുക്കേണ്ടതാണ്. ആദ്യത്തെ മത്സരം ആരംഭിക്കാം.
എന്നോട് മത്സരിക്കാൻ ഇനി ആരാനും ഉണ്ടോ? സമയം വരുമ്പോൾ സത്യം തുറന്നു പറയുമെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നില്ലേ? വിചാരം പിടിച്ച് കുത്തിയിരിക്കുന്ന കണ്ടപ്പോ ഞാനും കണ്ണും എന്ന് വിവരം ആരാഞ്ഞു. അന്ന് പറഞ്ഞതാണ്. എന്നാൽ കേട്ടോളൂ, ആയിരിക്കുന്ന പെണ്ണ് ഇവിടുത്തെ നാടുവാഴിയുടെ മകൾ ആർച്ചയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ കോട്ടയിലെ ഒരു തോഴിയാണെന്നും പറഞ്ഞ് ഇവളെന്നെ കബളിപ്പിക്കുകയായിരുന്നു. അതിന് ഞങ്ങൾ തമ്മിൽ അടുത്തുപോയി. എങ്കിൽ അർത്ഥം മുറിക്കണ്ട. അപ്പൊ തിരിച്ചു പോയാലോ? ഇവിടെ സമയം സന്ധ്യയാകാറ്. മത്സരം ഇന്നേക്കു മതിയാക്കാം. നാടുവാഴിക്കും നാട്ടാർക്കും സമ്മതമാണെങ്കിൽ ഇന്ന് രാത്രി ഈ നിൽക്കുന്ന തുറുമ്പിനോട് ഒരു കൈ നോക്കാൻ കടത്തനാട്ട അമ്പു തയ്യാറാണ്. സമ്മതം.